ഇടക്കാല വെടിനിർത്തൽ കരാറിനെയും അത് അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെയും തുലാസിലാക്കി പശ്ചിമേഷ്യയിൽ ആക്രമണ പ്രത്യാക്രമണം തുടർന്ന് യുഎസും ഇറാനും. പരസ്പരം വെടിനിർത്തൽ ലംഘനം ആരോപിച്ചാണ് ആക്രമണങ്ങൾ. ചരക്കുകപ്പൽ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് ഇറാന്റെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ സംഭരണ കേന്ദ്രം, കടൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ ശനിയാഴ്ച യുഎസ് ആക്രമിച്ചു. തെക്കൻ ഇറാനിലെ സിറിക്കിൽ സ്ഫോടനമുണ്ടായി. പിന്നാലെ യുഎസിന് സൈനിക നടപടിയിലൂടെ ബാക്കി ദൗത്യം പൂർത്തിയാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതുകഴിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം കാണില്ലെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ട്രംപിന്റെ ഭീഷണിയുണ്ടായി 1 മണിക്കൂറിനകം കുവൈറ്റിലെയും ബഹ്റൈനിലെയും യുഎസ് താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും വ്യോമാക്രമണം നടത്തി. അൽ അസദ് വ്യോമത്താവളം ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ കുവൈറ്റ് സൈന്യം നിർവീര്യമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ സേനാ താവളങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ലെന്നും ആർക്കും പരിക്കില്ലെന്നും മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഇറാൻ ആക്രമണത്തിൽ ബഹ്റൈനിലെ മഹ്റാഖ് പ്രവിശ്യയിലെ 8 നില പാർപ്പിട കേന്ദ്രത്തിന് കേടുപറ്റിയെന്നാണ് വിവരം. ജൂൺ 17 ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ തൽക്കാലത്തേക്ക് അയഞ്ഞ സംഘർഷം വ്യാഴാഴ്ച ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെയാണ് വീണ്ടും തുടങ്ങിയത്. ശനിയാഴ്ച പനാമ പതാകയുള്ള മറ്റൊരു കപ്പൽ കൂടി ആക്രമണത്തിനിരയായി. 2 സംഭവങ്ങൾക്കും പിന്നിൽ ഇറാനാണെന്ന് പറഞ്ഞാണ് വെള്ളിയാഴ്ച യുഎസ് ആക്രമണം പുനരാരംഭിച്ചത്. വെടിനിർത്തൽ കരാർ മാനിക്കാൻ ഇറാന് അവസരം നൽകിയെന്നും എന്നാൽ മാനിക്കേണ്ടെന്നാണ് അവരുടെ തീരുമാനമെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. യുഎസ് വെടിനിർത്തൽ ലംഘിച്ചെന്നും ആക്രമണം തുടർന്നാൽ നയതന്ത്ര ശ്രമങ്ങളും ചർച്ചകളും പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും ഇറാന്റെ IRGC മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ യുഎസ് സേനാ താവളങ്ങളിൽ നരകതുല്യമായ അവസ്ഥയുണ്ടാകുമെന്ന് IRGCയുടെ നാവിക കമാൻഡും ഭീഷണി മുഴക്കി. UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന ആക്രമണത്തിന് ഇറാനെ ഉത്തരവാദിയാക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ഇറാനും യുഎസും ആക്രമണങ്ങൾ സ്ഥിരമായി നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് 14 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല കരാർ. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം യുഎസിന്റെ മുന്നറിയിപ്പ് വെടിവെച്ചുകൾ കൊണ്ട് അവസാനിക്കില്ലെന്ന് ഇറാന്റെ IRGC പറഞ്ഞു. നിയമലംഘനം നടത്തുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ നടപടികൾ അതുവഴി പോകുന്ന മറ്റ് കപ്പലുകൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണെന്നും IRGC പറഞ്ഞു. ഇറാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലല്ലാതെ ഹോർമൂസിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് പുതിയ സംഘർഷങ്ങൾക്ക് അടിസ്ഥാനം. ഹോർമൂസിലൂടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുന്നതിനായി UN മാരിടൈം ഏജൻസിയായ IMO ഒമാൻ തീരത്തോട് ചേർന്നുള്ള ബദൽപാത നിർദ്ദേശിച്ചത് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഹോർമൂസിലെ ഒമാൻ തീരത്തോട് ചേർന്ന തെക്കേയറ്റത്തുള്ള പാതയിലൂടെ കപ്പലുകളെ ഇരുവശത്തേക്കും കടത്തിവിടാൻ കടൽപാത വിപുലീകരിക്കുമെന്ന് US നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള ബഹുരാഷ്ട്ര മാരിടൈം സമിതി പറഞ്ഞു. എന്നാൽ കപ്പലുകൾ ഇറാനോട് ചേർന്ന് വടക്കുഭാഗത്തെ പാതയിലൂടെ പോകണമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. അത് ഇറാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലാണ്. അന്തിമ കരാറായാൽ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ഞായറാഴ്ച രാവിലെ ഇറാൻ US ആക്രമണം നടക്കുന്നതിനിടെ CGMന്റെ ഗാലപ്പാഗോസ് ചരക്ക് കപ്പൽ ഹോർമൂസ് കടന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത കരുതിയതിനേക്കാൾ രൂക്ഷമെന്ന് റിപ്പോർട്ട്. പെന്റഗണിന്റെ പ്രാഥമിക നാശനഷ്ട കണക്കുകളേക്കാൾ വളരെ വലുതാണ് യഥാർത്ഥ കണക്കെന്ന് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനം ഉൾപ്പെടെ 20ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഇറാന്റെ റഡാർ പരിധിക്ക് പുറത്തേക്ക് സൈനിക താവളങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ആലോചിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.